ശരി, ഒറ്റ കാര്യം കൂടി മാത്രം. ഇപ്പോൾ BJP മത്സരരംഗത്തുണ്ടെങ്കിലും കാര്യമായി വോട്ട് പിടിക്കാൻ അവർ ശ്രമിക്കുന്നില്ല എന്നാണ് പൊതുവിൽ പറയുന്നത്. BJPയുടെ വോട്ടുകൾ ഇത്തവണ അവർക്ക് തന്നെ വീഴുമെന്ന് താങ്കൾ കരുതുന്നു? BJPയെ കുറിച്ചും BJPയുടെ ശൈലിയെക്കുറിച്ചും ഒക്കെ നമുക്ക് രാഷ്ട്രീയമായിട്ട് നമ്മൾ പറയാം. BJPയുടെ രാഷ്ട്രീയത്തിലാണ് ഞങ്ങൾ നോക്കുക. BJPയുടെ ആ രാഷ്ട്രീയത്തിന് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുകയോ ഇല്ല എന്നുള്ളതാണ്. നിലമ്പൂരിൽ പൊതുവെ BJPയുടെ രാഷ്ട്രീയത്തിന് അനുകൂലമായി വലിയ സ്വാധീനം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. നല്ലൊരു 10,000-നടുത്ത് വോട്ട് അവർക്കില്ല. അതും ആപേക്ഷികമാണ്. അത് ആപേക്ഷിക. ചില സന്ദർഭങ്ങളിൽ അവർക്ക് ഇപ്പോൾ പാർലമെന്റിലേക്ക് വരുമ്പോൾ കുറച്ചധികം വോട്ട് കിട്ടും, അസംബ്ലിയിലേക്ക് വരുമ്പോൾ അത് കുറയും. എന്താ കാരണം വെച്ചാൽ പാർലമെന്റിലേക്ക് വരുമ്പോൾ BJPക്ക് ഒരു പോസിറ്റീവ് ഭാഗം എന്താ വെച്ചാൽ അവർ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി പറയുന്ന ചില കാര്യങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രശ്നം ഇതിനത് വരില്ല. അതങ്ങനെ നമ്മൾ അല്ല, മാത്രമല്ല ഇത്തവണ മത്സരിക്കണ്ട എന്ന് പോലും ആലോചിച്ചിട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി വരുമ്പോൾ അവർക്ക് തന്നെ താല്പര്യമില്ലാത്ത ഒരു സ്ഥാനാർത്ഥി എന്ന തോന്നൽ വരാം BJPയിലെ സാധാരണ പ്രവർത്തകർക്ക്. അങ്ങനെയാണെങ്കിൽ അവർ മാറി ചിന്തിക്കില്ലേ? BJPയിലെ സാധാരണ പ്രവർത്തകന്മാർ മാറി ചിന്തിക്കുന്നത് കണക്കാക്കിയിട്ട് ഞങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പ് അജണ്ട രൂപീകരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ലെഫ്റ്റിന് അതില്ല. നമ്മൾ കണ്ടുവെച്ചാൽ BJP ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ, അതിൻ്റെ സ്വീകാര്യതകളും അസ്വീകാര്യതകളും അങ്ങനെ അത് പോവാം. പിന്നെ BJPയുടെ കേരളത്തിലൊരു അനുഭവമുണ്ട്. അവരൊരിക്കലും ഒരു സ്റ്റേണായ രാഷ്ട്രീയ നിലപാടുകൾ നിൽക്കാറില്ല. പ്രഖ്യാപിക്കുന്നതും പ്രയോഗിക്കുന്നതും തമ്മിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അത് BJP നേരിടുന്ന ഒരു പ്രശ്നമാണ്. കേരളത്തിലെ BJP നേരിടുന്ന ഒരു പ്രശ്നമാണത്. അത് സ്വാഭാവികമായിട്ട് ഇവിടുത്തെ BJP നേരിടുന്നുണ്ടാവും. നമ്മൾ അതിൽ വെച്ചുകൊണ്ടല്ല BJPയുടെ പിന്നെ കുറച്ച് വോട്ട് എങ്ങോട്ട് പോകുന്നു വെച്ചുകൊണ്ടല്ല നിലമ്പൂർ പോലെ ഒരു മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനെ നമ്മൾ അല്ല, അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് LDF പക്ഷത്തേക്ക് വന്നാൽ അത് സ്വീകരിക്കാതിരിക്കുമോ? അല്ല, അത് വോട്ട് വന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു BJPയുടെ വോട്ട് കണക്കാക്കിയിട്ടല്ലല്ലോ ഇവിടുത്തെ ഞങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം ഞങ്ങൾ തയ്യാറാക്കുമ്പോൾ BJP നമുക്ക് അനുകൂലമായി ചിന്തിച്ച് വോട്ട് ചെയ്യാൻ പര്യാപ്തമായ രൂപത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രവും ഞങ്ങൾ നടപ്പിലാക്കില്ല. കാരണം ഞങ്ങൾക്ക് BJPയുടെ കൺസിസ്റ്റന്റ് നിലപാടാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പിന്നെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഈ CPM BJPയുടെ വോട്ടുകൾ കൂടി നേടാനാണ് എന്നാണ്. എന്താണ് മറുപടി? അതായത് ശരി, പറഞ്ഞത് സതീശനല്ലേ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം എല്ലാ വോട്ടും അന്വേഷിച്ച് നടക്കുക. ആരുടെയൊക്കെ വോട്ട് അന്വേഷിച്ച് പോയി കുടുങ്ങിയെന്ന് നോക്കിയാൽ മതി. അദ്ദേഹം അതാണ്. അല്ല, നിങ്ങൾ അതിന് ശ്രമിക്കുന്നില്ല, ഉറപ്പാണ്. ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ലല്ലോ. ഞങ്ങൾ എപ്പോഴും ട്രാൻസ്പാരൻസി ഉണ്ടാവണം ഒരു പൊളിറ്റിക്കൽ നിലപാടിൽ. ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം, സുതാര്യമായിരിക്കണം. പൊളിറ്റിക്സിൽ നേരെ ചൊവ്വേ പറയുക. ഞങ്ങളങ്ങനെ ചെയ്യുക. ഒരു രാഷ്ട്രീയ നിലപാടിലാണ്. ആ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് സംസാരിക്കും. അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കി. ഈ തെരഞ്ഞെടുപ്പിൽ 3 വോട്ട് ആ രാഷ്ട്രീയ നിലപാടോട് കുറഞ്ഞെങ്കിൽ 5 വോട്ട് വേറെ കിട്ടും. അത് ഞങ്ങൾക്കറിയാം. ആ രാഷ്ട്രീയ നിലപാടിനൊരു വോട്ടുണ്ട് സമൂഹത്തെ നമ്മൾ ചെറുതാക്കരുത്. പക്ഷേ ഒരിക്കലും നിലപാടില്ലാത്ത ഒരാളാണ് ആര്? സതീശൻ. അദ്ദേഹം കൂട്ടുകാരും. അപ്പോൾ അവർക്കങ്ങനെ ഞങ്ങളെപ്പോലെ കൺസിസ്റ്റൻ്റായിട്ട് പറയാൻ കഴിയില്ല. അവരിപ്പോൾ 3 വോട്ടിട്ടിൽ അപ്പച്ചായും. ഇപ്പോൾ കണ്ടില്ലേ എത്ര പ്രസ്താവന ഇറക്കി. ആ ഇറക്കിയ പ്രസ്താവനകൾ, അദ്ദേഹം ശ്രമിച്ച പരിശ്രമങ്ങൾ, പിന്നെ രാഷ്ട്രീയത്തിന് അദ്ദേഹം നൽകിയൊരു പുതിയ പദാവലി, അസോസിയേറ്റ് പ്രൊഫസർ ഞാൻ കേട്ടിട്ടുണ്ട്. വേറെ പല അസോസിയേറ്റുകളും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ പൊളിറ്റിക്സിൽ ഒരു മുന്നണിയിൽ അസോസിയേറ്റ് ആളെ വെച്ചുകൊണ്ട് പിന്നെ സതീശൻ നടത്തുന്ന പരീക്ഷണം അത്. ആ പരീക്ഷണം വിജയിക്കാൻ പോകുന്നില്ല. വലിയ തിരിച്ചടി UDFന് നേരിടാൻ പോകും. വളരെ നന്ദി. താങ്ക് യു സോ മച്ച്.